പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിനുള്ളിൽ രണ്ട് ശത്രുക്കളുണ്ട്. ഒരുവൻ പ്രബലനാണ്, ഒരുത്തൻ ഒരിച്ചിരി ദുർബലനാണ്. എന്നാലും വാശിയുടെ കാര്യത്തിൽ അത്രയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയില്ല കേട്ടോ. എന്നാൽ ഇതിൽ വലിയൊരു തമാശ എന്താണെന്നറിയോ? ഒരുത്തിനെ സംരക്ഷിക്കുന്നതും മറ്റൊരുത്തനാണ്. അവന് വേണ്ടിയിട്ട് വെല്ലോന്റെ അടി മേടിച്ച് കൂട്ടുന്നതും അവനാണ്. ഏത് കൂടെയുള്ള ഈ ഒരു ശത്രുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അടി മേടിക്കുന്നതും അവനെ സംരക്ഷിക്കുന്നതും ഈ പറഞ്ഞ മറ്റൊരുവനാണ്. ഞാൻ പറഞ്ഞത് വേറൊന്നിനെ കുറിച്ചുമല്ല, നമ്മുടെ വായിലുള്ള നാവ്. വായിലെ നാവ് ആവശ്യമില്ലാത്തത് കിടന്ന് പുലമ്പുമ്പോൾ അതിൻ്റെ പേരിൽ അടി കൊള്ളുന്നത് പല്ലുകൾക്കാണ്. ചിലപ്പോൾ പല്ല് ഒന്നും രണ്ടും ഒക്കെ അങ്ങ് തെറിച്ചു പോവുകയും. ഈ നാവിന് പരിക്ക് പറ്റാതെ സംരക്ഷിക്കുന്നത് ഈ പല്ല. എന്നാൽ ചില സമയത്ത് മടുത്തു കഴിയുമ്പോൾ ഈ പല്ല് നാവിനൊരു പണി കൊടുക്കും, കയറി അങ്ങ് കടിക്കും. അപ്പോൾ പിന്നെ ചിലർക്ക് എന്ത് ചില നാവുകൾക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ പുണ്ണു വരും, അതവിടെ ചെറിയ ചെറിയ വ്രണമാകും. അതിൻ്റെ പേരിൽ കുറച്ച് വേദന നാവിന് സഹിക്കേണ്ടി വരും. ഇതൊരു ഒരു രസകരമായ കാര്യം. സത്യത്തിൽ അനുഗ്രഹിക്കാനും ശപിക്കാനും ഉപയോഗിക്കുന്ന ഒരു അവയവമാണ് നാവ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നാവ് എന്ന ആ അവയവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, എന്നാൽ അത് വില കെട്ടതാകുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാവ് കൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്ക് ഒറ്റ ആങ്ങളെ ഉണ്ടായിരുന്നില്ല, അവർ 5 പെൺമക്കളും ഒരാങ്ങളെയും. അദ്ദേഹം കുറ്റിക്കലച്ചൻ്റെ സഭയിലെ ഒരു ശുശ്രൂഷകനായിരുന്നു, ഒരു പ്രേക്ഷകനായിരുന്നു. അവിടുത്തെ ഒരു സന്യാസ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാക്കച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രമാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏകദേശം തോന്നുന്ന ഒരു 4-5 വർഷക്കാലം ഒരു അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് കുറേ വർഷമായി. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തോ അസുഖം വന്നു, എന്തോ സംഭവിച്ചെന്നറിയില്ല. അതിനുശേഷം പുള്ളീനെ ഒരു വിജന സ്ഥലത്ത് വെച്ചിട്ട് കുറേ കള്ളന്മാർ ആക്രമിച്ച ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഇവിടേക്കിട്ടൊക്കെ അടി കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അടിയിലാണ് പുള്ളിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയത്.